ഏവർക്കും സ്വാഗതം. NMMS സ്കോളർഷിപ്പ് റിന്യൂവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലൂടെ NMMS റിന്യൂവൽ ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി NSP എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ആ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാം. വെബ്സൈറ്റിൽ വരുന്ന ആ ഒരു റിസൾട്ടിൽ ആദ്യം കാണുന്ന ഒരു റിസൾട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിലെ സ്റ്റുഡൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം OTR അതുപോലെ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ്, ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് കാണാം. ഈ OTR ഒരു രജിസ്ട്രേഷനാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്. OTR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ OTR നമ്പർ ലഭിക്കുകയും അതുപോലെ പാസ്വേഡ് ലഭിക്കുകയും ചെയ്യും. ആ പാസ്വേഡ് റീസെറ്റ് ചെയ്തുകൊണ്ടാണ് വീണ്ടും നമുക്കത് ഉപയോഗിക്കാൻ കഴിയുക. അങ്ങനെ OTRും പാസ്വേഡും ലഭിച്ചതിന് ശേഷമാണ് ഈ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ലോഗിൻ ക്ലിക്ക് ചെയ്യേണ്ടത്. ലോഗിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ OTR നമ്പറും അതുപോലെ പാസ്വേഡും നൽകാനായിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് രണ്ടും നമുക്കിവിടെ എൻ്റർ ചെയ്ത് നൽകാം. അതിന് താഴെയുള്ള ക്യാപ്ച കോഡ് നൽകി ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ലോഗിനിലേക്ക് പ്രവേശിക്കുന്നു. ലോഗിൻ ചെയ്തതിന് ശേഷം ആദ്യം പരിശോധിക്കേണ്ടത് മൈ പ്രൊഫൈൽ പരിശോധിച്ചതിന് ശേഷം ഇവിടെ ആധാർ സീഡഡ് ആണോ എന്ന് ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ആധാർ സീഡഡ് അല്ല എങ്കിൽ അത് ബാങ്കിൽ ബന്ധപ്പെട്ട് ആധാർ സീഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ആധാർ സീഡ് ചെയ്താലും ഇല്ലെങ്കിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അപേക്ഷ സമർപ്പിക്കുന്നതിന് മൈ ആപ്ലിക്കേഷൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്. ഇവിടെ ഏത് അക്കാഡമിക് ഇയർ ആണ്, റിന്യൂവൽ ആണോ, ഫ്രഷ് ആണ് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ഇവിടെ കാണാം. ഇപ്പോൾ നമുക്കിതിലെ നോക്കിയാൽ കാണുന്നത് ഇത് റിന്യൂവൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ റിന്യൂവൽ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ഈ ഒരു ഭാഗത്ത് ആദ്യം ഘട്ടത്തിൽ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ കാണാനായിട്ട് കഴിയുന്നതാണ്. തുടർന്ന് എൻ്റർ യുവർ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഡേറ്റ് ഏതാണെന്ന് ചോദിക്കുന്നു. ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, പ്രീവിയസ് ക്ലാസ് പെർസെൻറ്റേജ് നൽകുന്നു. അതുപോലെ റോൾ നമ്പറും സെക്ഷനുകളൊന്നും തന്നെ മാറ്റമില്ലാത്തതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ മാറ്റം വരുത്തുന്നില്ല. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 2 സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ സ്കോളർഷിപ്പ് സെല്ലുമായി ബന്ധപ്പെട്ടതിൽ നിന്നും സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്നതാണ് നമ്മൾക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. ഫൈനൽ സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി ആപ്ലിക്കേഷൻ സമർപ്പണം പൂർത്തിയാവുകയാണ്. ഇനി ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതിന് വേണ്ടി വീണ്ടും പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാം. ഈ പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ്.